ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയും ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനും അറസ്റ്റിൽ. ദ്വാരപാലകപ്പാളി കേസിലും കട്ടിളപ്പാളി കേസിലുമായാണ് ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ജിബിൻ ജെബി വിവരങ്ങളുമായി ചേരുകയാണ്. ജിബിൻ, ഇന്ന് വളരെ പെട്ടെന്നായിരുന്നു ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നുള്ള വിവരം വന്നത്. ഇപ്പോൾ ഇരുവരെയും ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. അക്ഷയ, പങ്കജ് ഭണ്ഡാരിയെയും അതുപോലെ ഗോവർദ്ധനെ ഇപ്പോൾ മെഡിക്കൽ പരിശോധനയ്ക്കായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇതിൽ പങ്കജ് ഭണ്ഡാരിയെ ചെന്നൈയിൽ നിന്നും ഗോവർദ്ധനെ കർണാടകയിലെ ബെല്ലാരിയിൽ നിന്നുമാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. അവർ രണ്ടുപേരെയുമാണ് ഇന്ന് 3:30 ചോദ്യം ചെയ്യലിനായി ഇങ്ങോട്ടേക്ക് എത്തിച്ചത്, അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം എത്തിച്ചത്. ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. വൈദ്യ പരിശോധന പൂർത്തിയായ ശേഷം ഇരുവരെയും കൊല്ലത്തെ വിജിലൻസ് കോടതിയിലേക്ക് ഇന്ന് തന്നെ എത്തിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ 2 അറസ്റ്റാണ് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് നടത്തിയിരിക്കുന്നത്. കോടതിയുടെ ഭാഗത്ത് നിന്ന് അന്വേഷണ സംഘത്തിന് വിമർശനം ലഭിച്ചതിന് തൊട്ട് പിന്നാലെയാണ് ഈ 2 അറസ്റ്റും അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും നിർണായകമെന്ന് പറയുന്നത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒയും ഉടമസ്ഥനുമായിട്ടുള്ള പങ്കജ് ഭണ്ഡാരിയുടെ അറസ്റ്റാണ്. കാരണം ഈ സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം ആദ്യ ദിവസം ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ തന്നെ ഇയാൾ പറഞ്ഞത് ശബരിമലയിൽ നിന്ന് തന്റെ ഓഫീസിലേക്ക് എത്തിച്ചിരിക്കുന്നത് സ്വർണ്ണപ്പാളിയല്ല, ചെമ്പാണ്. തന്റെ സ്ഥാപനത്തിൽ ചെമ്പിൽ മാത്രമേ സ്വർണ്ണം പൂശുകയുള്ളൂ, ഒരാൾ പൂശി സ്വർണ്ണത്തിന്റെ മുകളിൽ തന്റെ സ്ഥാപനത്തിൽ സ്വർണ്ണം പൂശില്ല എന്നാണ് അയാൾ പറയുകയും ചെയ്തത്. പക്ഷെ അതെല്ലാം തന്നെ ഇവിടെ മറിഞ്ഞിരിക്കുകയാണ്. കാരണം അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുകയാണ് അവിടെ എത്തിച്ചത് സ്വർണ്ണപ്പാളി തന്നെയാണ്. ഈ ചെന്നൈയിലുള്ള സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വെച്ച് തന്നെയാണ് സ്വർണം അവിടെ വെച്ചാണ് വേർതിരിച്ചിരിക്കുന്നത്. അതായത് ചെന്നൈയിൽ ഈ പങ്കജ് ഭണ്ഡാരിയുടെ സ്ഥാപനത്തിൽ വെച്ചാണ് സ്വർണ്ണപ്പാളിയിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്തത്. അത് അവിടെ നിന്ന് വാങ്ങിയ ആളാണ് ഗോവർദ്ധൻ എന്ന് പറയുന്നത്. ഇതിനൊരു ഇടനിലക്കാരൻ കൂടി ഉണ്ടായിരുന്നു, കൽപേഷ് എന്ന് പറയുന്നയാൾ. അയാളാണ് ഈ കർണാടക ബെല്ലാരി സ്വദേശിയായിട്ടുള്ള ഗോവർദ്ധനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പരിചയപ്പെടുത്തുകയും ചെയ്തത്. അങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വരി ഈ ശബരിമലയിലെ സ്വർണം ഇയാൾ വാങ്ങിയെടുക്കുകയും ചെയ്യുന്നത്. പ്രത്യേക അന്വേഷണ സംഘം കർണാടകയിലെ ബെല്ലാരിയിലെത്തി ഇയാളുടെ ഓഫീസിലും പരിശോധന നടത്തിയിരുന്നു. ഒരു വീട്ടിന്റെ അവിടുത്തെ ഈ സ്വർണ്ണം ഉരുക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള ഇയാളുടെ സ്ഥാപനവും മറ്റ് ഇതൊക്കെ പ്രത്യേക അന്വേഷണ സംഘം നേരിട്ട് കാണുകയും ചെയ്തു. അവിടെ നിന്ന് 800 ഗ്രാം സ്വർണം അന്ന് തന്നെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ശബരിമലയിൽ നിന്ന് ഉള്ള സ്വർണ്ണമാണോ എന്നുള്ള ഒരു ശാസ്ത്രീയ പരിശോധന കൂടി നടത്തിയിട്ടുണ്ട്. ഇരുവരെയും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയെ, ഒപ്പം തന്നെ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയായിട്ടുള്ള ഗോവർദ്ധനെ ഇപ്പോൾ മെഡിക്കൽ പരിശോധനയ്ക്കായിട്ട്, വൈദ്യ പരിശോധനയ്ക്കായിട്ട് ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇരുവരെയും ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇരുവരെയും ഹാജരാക്കും. ജിബിൻ ജെബി വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ജിബിൻ, ഇവരെ രണ്ടുപേരെയും ഇപ്പോൾ വൈദ്യ പരിശോധന കഴിഞ്ഞ് കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് എത്തിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്ന് പറയുന്നത്. പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ മൊഴിയെടുത്താണ്, ആദ്യഘട്ടത്തിൽ തന്നെ കേസിൽ വന്ന പേരുകളാണ് ഇരുവരുടെയും. പിന്നീട് എവിടെയാണ് ഇവർ അതിൽ നിന്നും തെന്നിമാറിയത് ഇവരുടെ പേര്? പിന്നീട് വീണ്ടും ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിലേക്ക് അന്വേഷണ സംഘം എത്തുന്ന എപ്പോഴാണ്? അക്ഷയ്, ഇതിൽ അടിസ്ഥാനപരമായ കാര്യമെന്ന് പറയുന്നത് ഈ പങ്കജ് ഭണ്ഡാരിയാണ് എങ്കിലും ഗോവർദ്ധനാണെങ്കിലും രണ്ടുപേരും കച്ചവടക്കാരാണ് എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇവരുടെ ബന്ധവും, അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ, കൽപേഷ്, പങ്കജ് ഭണ്ഡാരി, ഈ 4 പേരുമായുള്ള ഒരു ബന്ധം, അത് എന്ത് ബന്ധമാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷിച്ചത്. കാരണം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഉയർന്നു വന്ന പേരുകളാണ് ഈ കൽപേഷ്, ഗോവർദ്ധൻ എന്നൊക്കെയുള്ളത്. പക്ഷേ അന്ന് ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന് നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിരുന്നത് ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമയായിട്ടുള്ള പങ്കജ് ഭണ്ഡാരിയെ കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമാണ് ആ ഘട്ടത്തിൽ അന്വേഷണ സംഘത്തിനുണ്ടായത്. തുടർന്നാണ് കർണാടകയിലെ ബെല്ലാരിയിലെത്തി അന്വേഷണ സംഘം പരിശോധന നടത്തിയത്. കാരണം ഈ ഗോവർദ്ധൻ എന്ന് പറയുന്ന ആൾ ആരാണ്, അയാൾ വഴിയാണോ സ്വർണ്ണം വിദേശത്തേക്കൊക്കെ, അന്താരാഷ്ട്ര മാർക്കറ്റിലേക്കൊക്കെ ഈ സ്വർണ്ണം എത്തിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം ഒക്കെ അന്വേഷണ സംഘത്തിന് സംശയമായി പല ഘട്ടങ്ങളിൽ മുന്നോട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നുള്ളത് ഈ കേസിന്റെ നിർണായകമായ ഒരു സാഹചര്യമായി എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് പങ്കജ് ഭണ്ഡാരിയെ, സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമയായിട്ടുള്ള സിഇഒ കൂടിയായ പങ്കജ് ഭണ്ഡാരിയെ അന്വേഷണ സംഘം ഇഞ്ചക്കലുള്ള ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. പക്ഷേ അന്ന് കുടുംബത്തിൽ ഒരു അത്യാവശ്യ ചടങ്ങുള്ളതുകൊണ്ട് ഇയാൾക്ക് പോകണം എന്നുള്ള ആവശ്യം അന്വേഷണ സംഘത്തിന് മുമ്പ് വെച്ചിരുന്നു. അങ്ങനെ ഇയാളെ വിട്ടയക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇയാളെ അന്വേഷണ സംഘം അവിടെ ചെന്ന് ഇയാളുടെ ഓഫീസിന്റെ അവിടെ തന്നെ എത്തി, അതായത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ തന്നെ ചെന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇനി നിർണായകമായെന്ന് പറയുന്നത് ഇന്ന് ഉച്ചയ്ക്ക് 3:30 കൂടിയാണ് ഇവർ രണ്ടുപേരെയും ക്രൈംബ്രാഞ്ചിന്റെ ഇഞ്ചക്കലുള്ള ഓഫീസിലേക്ക് എത്തിച്ചത്. രണ്ടുപേരെ ഒന്നിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലാണ് ഇത്രയും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുകയും ചെയ്തത്. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയും, അതായത് ഈ കേസിന്റെ തുടർന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, അതായത് ഇവർ 3 പേരും തമ്മിലുള്ള ബന്ധം തെളിഞ്ഞിരിക്കുകയാണ് എന്നുള്ള കാര്യമാണ് അന്വേഷണ സംഘം ഉറപ്പിക്കുന്നത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി,
ഗോവർദ്ധൻ. ഇവർ മൂന്നുപേരും തമ്മിലുള്ള ബന്ധം അന്വേഷണ സംഘം ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ സ്വർണം സ്മാർട്ട് ക്രിയേഷൻസിന്റെ ചെന്നൈയിലുള്ള സ്മാർട്ട് ക്രിയേഷൻസിന്റെ വിവരങ്ങൾ നൽകുന്നത്. പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനും അറസ്റ്റിലായിരിക്കുന്നു. പിന്നാലെ ഇവരെയും ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. ശേഷം കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും.